അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കൊരു യാ സയ്യിദി ചൊല്ലാം അല്ലേ? കണ്ണൊക്കെ തുറക്കട്ടെ. യാ സയ്യിദി സനദി ഔസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദായി ബിൽ മദദി മുജീറ ഇർളി ബഖുദ് ബിയദി മദാ മുതദി خليفة الله فينا يا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني. മത്തായ റബീഉൽ ആഖിർ മാസം വന്നതിന് ശേഷം നമ്മുടെയൊക്കെ ജുമാഅത്ത് പള്ളികളിലെ മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് ജുമാഅക്ക് ശേഷം ഞാനൊരു പ്രസംഗം കേട്ടു. ഇന്നിപ്പോഴും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ സ്വാഗത പ്രസംഗവും കേട്ടു. ഈ രണ്ട് പ്രസംഗങ്ങൾ ഒന്ന് താരതമ്യപ്പെടുത്താനാണ് എനിക്ക് ആദ്യം തോന്നിയത്. ജമാഅത്ത് പള്ളിയിലെ വലിയ പണ്ഡിതന്റെ, വലിയ പ്രഭാഷകന്റെ, പ്രഗത്ഭനായ വാഗ്മിയുടെ പ്രസംഗം കേട്ടപ്പോഴേ കടുത്ത നിരാശ തോന്നി. ഇവിടെ നമ്മുടെ വിദ്യാർത്ഥിയുടെ ചെറിയൊരു സ്വാഗതം കേട്ടപ്പോഴേ വലിയ ആവേശവും തോന്നി. ഈ സ്വാഗത പ്രസംഗത്തിന് ആത്മാവുണ്ട്, റൂഹുണ്ട്. മറ്റതിന് റൂഹില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം നമ്മൾ മഹാനവറുകളെ കണ്ടിട്ടുള്ള ആളുകളാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് മഹാനായ ഖുതുബുസ്സമാൻ അവർകൾ നമുക്ക് ഉണ്ടാക്കി തന്നു. ആ കഴിവ് ആർജിക്കാൻ കഴിച്ചത് കൊണ്ട് നമുക്കൊക്കെ ഈ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. സ്വാഗത പ്രസംഗത്തിൽ തൗഹീദിനെ കുറിച്ച് പറഞ്ഞു. മറ്റേ പ്രസംഗത്തിൽ തൗഹീദില്ല. മൊഹീദ്ദീൻ എന്ന വാക്ക് വരാനുള്ള കാരണമാണ് ഞാൻ കേട്ട ജമാഅത്ത് പള്ളിയിലെ പ്രസംഗത്തിൽ പറയുന്നത്. മൊഹീദ്ദീൻ ദീനിനെ ഹയാത്താക്കിയ ആള്, വലിയ സംഗതിയാണല്ലോ. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിച്ചു. നിസ്കാരക്കാരൊക്കെ വളരെ കുറഞ്ഞു, നോമ്പെടുക്കുന്നവർ കുറഞ്ഞു, മുസ്ലിമീങ്ങളുടെ സംസ്കാരമൊക്കെ കുറഞ്ഞു. ഇങ്ങനായിട്ട് പറയാൻ തുടങ്ങി. പണ്ഡിതന്മാരും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞ കാലത്ത് അതൊക്കെ ഉഷാറാക്കി. അങ്ങനെ മൊഹീദ്ദീനായി എന്ന് പറഞ്ഞു. നമ്മുടെ കുട്ടി പറഞ്ഞ അങ്ങനെ ഒന്നല്ല. തൗഹീദ് ഹയാത്താക്കി. അപ്പൊ ദീനിന് ജീവൻ കിട്ടി, മുസ്ലിമീങ്ങൾക്ക് ജീവൻ കിട്ടി. അങ്ങനെ മൊഹീദ്ദീനായി. ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിയണം. ബഗ്ദാദാണ് അന്നത്തെ ഭരണകേന്ദ്രം. അബ്ബാസിയ ഭരണകൂടത്തിന്റെ തലസ്ഥാനമാണ്. അവിടെയുള്ള പള്ളികൾ പോലെ ലോകത്തോടെയും പള്ളിയില്ല. അത്ര വലിയ പള്ളികൾ. അവിടെയുള്ള ആലിമ്യങ്ങളെ പോലെ അത്ര എണ്ണ ആലിമ്യങ്ങൾ വേറെ എവിടെയില്ല ഒരു രാജ്യത്തും. വലിയ ചർച്ചകള്, ദീനിയായ ചർച്ചകൾ നടക്കുന്ന സ്ഥലമാണ് ബഗ്ദാദ്. വലിയ പള്ളികള്, ദർസുകള്, ഗ്രന്ഥപ്പുരകൾ, എഴുതുന്ന എഴുത്തുകാര്, പ്രഭാഷകര് എല്ലാം ഉണ്ട്. അവിടെയാണ് മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിച്ചു കിടക്കുന്ന ദീനനെയാണ് ഇവിടെ കാണുന്നത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? തൗഹീദ് നഷ്ടപ്പെട്ടിരിക്കുന്നു. തൗഹീദിൽ ബയ്യത്ത് ചെയ്യുന്ന സമ്പ്രദായമില്ല. അന്ന് ശൈഖന്മാരുണ്ട്, മുരീദന്മാരുണ്ട്, ബയ്യത്തൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത് തൗഹീദിൽ പൂർണ്ണമായ തൗഹീദിൽ ബയ്യത്ത് നടക്കുന്ന സമ്പ്രദായം വളരെ കുറഞ്ഞിരിക്കുന്നു, എണ്ണത്തിൽ വളരെ കുറഞ്ഞിരിക്കുന്നു. അത് രണ്ടാമത് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് മൊഹീദ്ദീനായിട്ട് മാറിയത്. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ
മഹാനായ മൊഹീദ്ദീൻ ശേഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാലഘട്ടം, മൊഹീദ്ദീനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാലഘട്ടം. ബയ്യത്ത് ചെയ്യാൻ സൗഭാഗ്യം കിട്ടിയ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിന്റെ മൊഹീദ്ദീന്മാരായിട്ട് മാറണം. അതാണ് ഈ സമ്മേളനത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം. ബയ്യത്ത് ചെയ്ത ഒരു മൊഹീദ്ദീൻ ഒരു നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും അതൊരു അനുഗ്രഹമാണ്, അനുഗ്രഹമായിട്ടാണ് അവർ കണ്ടത്. ലോകത്തിന്റെ വിശാലമായ പ്രദേശങ്ങളിലേക്ക് ഖാദിരിയ്യ തരീഖത്തിന്റെ സന്ദേശവുമായി പോയ ആളുകൾ ആ നാട്ടിലെ ജനങ്ങളുടെ ആശാ കേന്ദ്രമായിട്ടാണ് അവിടെ ജീവിച്ചത്. ലോകം മുഴുവനും സമാധാനം കിട്ടിയത് അങ്ങനെയാണ്. ഇന്ത്യ രാജ്യത്തും കേരളത്തിൽ വന്ന ഖാദിരിയ്യ തരീഖത്തിന്റെ മശായിഖന്മാരാണ് ഇവിടെയുള്ള ആളുകൾക്ക് അഭയകേന്ദ്രമായി നൂറ്റാണ്ടുകളോളം ജീവിച്ചത്. ഇതൊക്കെയാണ് മനസ്സിലാക്കാൻ. ഇന്നത്തെ കാലത്ത് മഹാനവറുകളെ കുറിച്ച് എന്തെങ്കിലും പറയുക, അത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ കേട്ട കാര്യങ്ങളാണെങ്കിലും പിന്നെയും കേട്ടുകൊണ്ടിരിക്കുക, അത് സ്വാലിഹായ അമലാണ്. അതിനു വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ സമ്മേളനം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനെ പറ്റി കൂടുതൽ കേൾക്കാനും പറയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മഹാനവറുകൾ ജീലാൻ എന്ന പ്രദേശത്ത് ജനിച്ചു വളർന്നു. ഇതൊക്കെ നിങ്ങൾക്ക് കുട്ടികൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ 18 വർഷം ജീവിച്ചു സ്വന്തം നാട്ടിൽ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടു പോയി. ഒരു യതീമായ കുട്ടിയായിട്ടാണ് വളർന്നു വരുന്നത്, ഉപ്പയില്ലാത്ത കുട്ടിയായിട്ട്. അപ്പോൾ ഉപ്പായുടെ ഭാരം കൂടി ഉമ്മ ഏറ്റെടുത്തു. ആ കുഞ്ഞിന്റെ പഠന കാര്യങ്ങളിൽ, വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഉമ്മ കൂടുതൽ ശ്രദ്ധ ചെലുത്തി, കൂടുതൽ അധ്വാനം നടത്തി. 18 വയസ്സ് വരെ അങ്ങനെ തുടർന്നു. 18 വയസ്സായപ്പോഴാണ് കൂടുതൽ പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എന്ത് വന്നാലും സത്യമേ പറയാവൂ, തമാശക്ക് വേണ്ടിയിട്ട് പോലും ഒരു കളവ് പറയരുത്. മകൻ അത് സമ്മതിച്ചു. എന്ത് വന്നാലും സത്യമേ പറയൂ. ആ സത്യത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതമാണ് കെട്ടിപ്പടുക്കുന്നത്. ബഗ്ദാദിലെത്തി 18ാമത്തെ വയസ്സ്. പിന്നെ 7 കൊല്ലക്കാലം അവിടെ ദർസിൽ ഓതി പഠിക്കുന്നു. അക്കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ബഗ്ദാദിലെ ലൈബ്രറികളിലുണ്ട്, പള്ളി ദർസുകളിലുണ്ട്. അതൊക്കെ ഓതി പഠിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ പണ്ഡിതന്മാരുടെ ശിഷ്യനായിട്ട് അവിടെ ജീവിച്ചു. 7 വർഷം കൊണ്ട് അതെല്ലാം ഓതി തീർത്തു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി സമൂഹത്തിലേക്ക് നോക്കി, സമൂഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി. ധാരാളം മുസ്ലിം രാജാക്കന്മാരുണ്ട്, അവർക്ക് മുസ്ലിം പട്ടാളക്കാരുണ്ട്, അവർ പരസ്പരം പടവെട്ടുന്നുണ്ട്, മുസ്ലിം രക്തം ഒഴുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ദുനിയാവിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി. ദുനിയാവിനെ അഗാധമായി സ്നേഹിക്കുന്ന രാജാക്കന്മാർ, ദുനിയാവിനെ സ്നേഹിക്കുന്ന പട്ടാളക്കാർ, ഉദ്യോഗസ്ഥന്മാർ, കച്ചവടക്കാര്, കർഷകര്, സാധാരണക്കാര്, കൂലിപ്പണിക്കാർ, ഇവരുടെയൊക്കെ മനസ്സെങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? ഇവരുടെ മനസ്സിൽ തൗഹീദിന്റെ വെളിച്ചം എങ്ങനെയാണ് കയറ്റാൻ സാധിക്കുക? ഈ പഠിച്ചറിഞ്ഞ ഇൽമു കൊണ്ടൊന്നും ഇത് സാധിക്കുന്നില്ലല്ലോ എന്ന് മഹാനവറുകൾ ചിന്തിക്കുകയും അതിനുള്ള വഴി അന്വേഷിച്ചിട്ട് മഹാത്മാക്കളിൽ നിന്ന് ഇൽമു നേടാൻ വേണ്ടി, മഹാത്മാക്കളുടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മഹാത്മാക്കളുടെ ജീവിതം കണ്ടുപിടിക്കാൻ വേണ്ടി, സ്വന്തം ജീവിതം ശുദ്ധീകരിക്കാൻ വേണ്ടി മഹാനവറുകൾ ഇറങ്ങിത്തിരിക്കുന്നു 25ാമത്തെ വയസ്സിൽ.
ത്യാഗം 25 വർഷക്കാലം തുടർന്നു. അപ്പൊ 50 വയസ്സായി. മാനവർകൾ തന്നെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇരുമ്പ് ചൂടാക്കിയാൽ, നന്നായിട്ട് ചൂടാക്കിയാൽ അത് അഗ്നി പോലെയായിത്തീരും, പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിത്തീരും. അപ്പോൾ ഇരുമ്പിന്റെ എല്ലാ ന്യൂനതകളും അവസാനിക്കും. ആ ഇരുമ്പ് കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്ന പല ഉപകരണങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ കടുത്ത പരീക്ഷണങ്ങൾ വേണം, അപ്പോഴാണ് മനസ്സ് ശുദ്ധമായി മാറുന്നത് എന്ന് അവിടുന്ന് പറഞ്ഞു. ആ പരീക്ഷണമാണ് 25 കൊല്ലക്കാലം കൊണ്ട് നടക്കുന്നത്. കടുകടുത്ത പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 50 കൊല്ലം തികയാണ്. ആ സമയത്ത് 47-ാമത്തെ വർഷം, 47 വയസ്സായ സമയത്ത് ബഗ്ദാദിൽ നിന്ന് 12 ദിവസത്തെ വഴിദൂരമുള്ള ഒരു പ്രദേശത്താണ് മഹാനായ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു എത്തിയിരിക്കുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ. പട്ടിണിയാണ്, പലപ്പോഴും ദാഹം തീർക്കാൻ വെള്ളം കിട്ടില്ല, വിശപ്പെടുക്കാൻ ഭക്ഷണം കിട്ടില്ല, തുടർച്ചയായിട്ട് നോമ്പെടുക്കേണ്ടതായിട്ട് വരും, സുഖമായിട്ട് ഉറങ്ങാൻ കഴിയില്ല, ഉറക്കം തന്നെ മറന്നിരിക്കുന്നു. ആ അവസ്ഥ. അതിനനുസരിച്ച് ശുദ്ധീകരണം. മാനവர்கள் ഒരു രാത്രി കൊണ്ട് ഒരു ഖത്തം ഓതി തീർക്കും. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ വിശ്രമം വിശുദ്ധ ഖുർആൻ പാരായണം. ഒരു വിശ്രമത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വിശുദ്ധ ഖുർആൻ ഓതി തീരുമ്പോൾ കിട്ടും. ഒരു ദിവസം വലിയ ഖറാബായ ഒരു കെട്ടിടത്തിന്റെ മോളിൽ കയറുകയാണ്. ആളില്ലാത്ത സ്ഥലത്താണ് ചെന്നിട്ട് ഇബാദത്ത് എടുക്കുക. ഒരു പഴയ കോണി, അതിന്റെ പടികൾ ഇങ്ങനെ കയറി കുറച്ച് മുകളിലെത്തുമ്പോൾ ക്ഷീണിച്ചു. അപ്പൊ ഒന്ന് വിശ്രമിക്കണം എന്ന് തോന്നി. ആ സമയത്ത് അവിടുന്ന് ചിന്തിച്ചു, ഞാൻ പോയി കിടന്നാൽ ഉറങ്ങിപ്പോകും, ഒരു ഖത്തം എനിക്ക് നഷ്ടപ്പെടും, ഒരു ഖത്തം ഓതി തീർത്താൽ എന്തുമാത്രം പ്രതിഫലമാണ് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നത്, ഞാൻ ഉറങ്ങാൻ കിടന്നാൽ അത് നഷ്ടപ്പെടും, അതുകൊണ്ട് ഉറക്കം വേണ്ട. ഈ കോണിപ്പടിയിൽ നിന്നുകൊണ്ട് ഒരു ഖത്തം ഓതി തീർക്കണം അല്ലേ? ആ വരി ഒന്ന് ചൊല്ലിയാട്ട് എല്ലാവരുടെ ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. എന്തെന്നാണത്? ആ, ഒരു കാമൽ നിന്നിട്ടോ ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽമുതലായി മൂവാണ്ട് കാത്തോവർ. ശരിയായോ ചൊല്ലിയത്? ഒന്നുകൂടി ശരിയാട്ടെ. ഒരു കാമൽ നിന്നിട്ടോ ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽമുതലായി മൂവാണ്ട് കാത്തോവർ. ഇത് ചെല്ലുമ്പോഴേ ആ പഴയ കെട്ടിടം നിങ്ങൾ മനസ്സിൽ കാണണം, ആ പഴയ കോണി കാണണം, അതിന്റെ പൊളിഞ്ഞു വീഴാറായ സ്റ്റെപ്പ് കാണണം, അവിടത്തെ നെപ്പ് കാണണം. അവിടെ അങ്ങനെ ഒരു ആണിയിൽ പിടിച്ചിട്ട് മഹാനവറുകൾ വിശുദ്ധ ഖുർആൻ പാരായണം തുടങ്ങി. അത് തീർന്നപ്പോൾ സുബഹിയായി. അങ്ങനത്തെ ആളാണ്. ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ എന്ന് പറഞ്ഞത് എന്താ? മഹാനായ ഹിദ്ർ അലൈഹിസ്സലാം വന്നു. പരീക്ഷണമാണല്ലോ, അതിന്റെ പാരമ്യതയിലെത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഹിദ്ർ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞൊരു വാക്ക്, ഒരു വചനം, ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ക്ലാസ്സൊക്കെ തന്നെയാണ് നടക്കാനുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം, ഇവിടെ തന്നെ വേണം, സ്ഥലം വിട്ട് കളയരുത് എന്ന് പറഞ്ഞിട്ട് ആള് പോയി. പിന്നെ വരുമ്പോഴും 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ വയസ്സ് എത്രയായി? 48 അല്ലേ? 48 വന്നു, കണ്ടു, സലാം പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം, ഒന്നുകൂടെ പോകാനുണ്ട്. പിന്നെ വരുന്നപ്പോഴാ 1 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഇവിടെ വയസ്സ് എത്രയായി? 49 പോയി. പിന്നെ വരുന്നതാ 1 കൊല്ലം കഴിഞ്ഞിട്ട്. വയസ്സ് എത്രയായി? 50 വയസ്സ് അല്ലേ? എല്ലാവർക്കും 50 വയസ്സായില്ലേ?
ഇനി ആ വരി ഒന്നുകൂടെ ചൊല്ലി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്. ഒരു കാമൽ നിന്നിട്ടോ ഒരു ഹത്തം തീർത്തോവർ, ഒരു ചൊൽമുതലായി മൂവാണ്ട് കാത്തോവർ. 3 കൊല്ലം കഴിഞ്ഞ് 50 വയസ്സ് പൂർത്തിയായി മഹാനായി ഹിദ്ർ അലൈഹിസ്സലാം വന്നു. അവിടെയാണ് ഇരിക്കാൻ കൽപ്പന വന്നത്. അവരും ചെല്ലുന്നാല് 25 ചുറ്റി നടന്നോവർ, ഇരിയന്നായകൽ കേട്ടാരേയിരുന്നോവർ. ഈ 3 കൊല്ലം കഴിഞ്ഞ് വന്ന ശേഷമാണ് പറയുന്നത് അവിടെ ഇരിക്കൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, ക്ഷീണം തീർക്കാം, എന്നിട്ട് യാത്ര പോകാനുണ്ട്. എങ്ങോട്ട്? ജനനിബിഡമായ ബഗ്ദാദ് പട്ടണത്തിലേക്ക്, അവിടുത്തെ പ്രസിദ്ധമായ മസ്ജിദിലേക്ക് നമുക്ക് പോകണം, അവിടെ കുറച്ച് പണി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത് 51-ാമത്തെ വയസ്സിൽ പുതിയൊരാളായിട്ട് ബഗ്ദാദിലേക്ക് പോവുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം, ഒറ്റപ്പെട്ട് ജീവിക്കാൻ പാടില്ല. സുഹൃത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു, അതിലെല്ലാം വിജയിച്ചു, കടുത്ത പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ചു കഴിഞ്ഞു. ഇനി ജനങ്ങളെ നന്നാക്കണം, ജനങ്ങളുടെ മനസ്സിൽ തൗഹീദ് രൂഢമൂലമാക്കി കൊടുക്കണം, അവിടെ ദർസ് നടത്തണം, ജനങ്ങൾ സംശയാലുക്കളായ ആളുകൾക്ക് ഫത്വ കൊടുക്കണം, പ്രസംഗിക്കണം, എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും പ്രസംഗിക്കണം. അതിനു വേണ്ടി പോകാം. അപ്പൊ ആദ്യം വലിയ ബുദ്ധിമുട്ടായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അവിടെ. അപ്പോഴീ പ്രയാസം പറഞ്ഞു, എനിക്ക് ബഗ്ദാദിലെ സാഹിത്യ സാമ്രാട്ടുകളായ ആളുകളുടെ മുമ്പിൽ നിന്ന് അറബിയിൽ പ്രസംഗിക്കാൻ ഒരു പ്രയാസം തോന്നുന്നു. അപ്പോഴാണ് വായ തുറക്കാൻ പറഞ്ഞതും 7 തവണ തുപ്പിക്കൊടുത്തതും. വേദാംബർ അവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. അതോടുകൂടിയാണ് ധൈര്യം വന്നത്. പിന്നീട് അലി റളിയല്ലാഹു അൻഹു വന്നു, 6 തവണ തുപ്പിക്കൊടുത്തു. അതാണ്. അപ്പൊ നുബുവത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും വിലായത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും അനുമതി ലഭിച്ചു കഴിഞ്ഞു. ബഗ്ദാദിലെ പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് ആദ്യത്തെ പ്രസംഗം നിർവഹിച്ചു. ആ പ്രസംഗം കേട്ട ആളുകളുടെ മനസ്സിന്റെ ഭിത്തിയിൽ പ്രകമ്പനമുണ്ടായി. ഇതുപോലെ ഒരു പ്രസംഗം കേട്ടിട്ടില്ല. ആ പ്രസംഗം പ്രസിദ്ധമായി. അടുത്ത പ്രസംഗമാകുമ്പോൾ പള്ളി നിറഞ്ഞു കവിഞ്ഞു. പിന്നീട് അത് മൈതാനിയിലേക്ക് മാറുകയാണ്, ഈദ്ഗാഹിലേക്ക് മാറുകയാണ്. മഹാനവറുകളുടെ പുത്രന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആഴ്ചയിൽ 3 തവണ പ്രസംഗിക്കാറുണ്ടായി. ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആയിരക്കണക്കിന്, പിന്നീട് 10,000-കണക്കിന്, 70,000-ഓളമൊക്കെ കേൾവിക്കാർ അവിടെ എത്താറുണ്ടായി. അങ്ങനെ 40 കൊല്ലക്കാലം ആ പ്രസംഗം തുടർന്നു. 51-ാമത്തെ വയസ്സിലാണ് പ്രസംഗം തുടങ്ങുന്നത്. 91-ാമത്തെ വയസ്സിൽ പ്രസംഗം സമാപിക്കുന്നു. 40 കൊല്ലത്തെ പ്രസംഗം. ആ വരിങ്ങൾക്കറിയാം, ഒന്ന് നന്നായിട്ട് ഉഷാറായിട്ട് പാടിയാട്ടെ. 40 വയല് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. ഇത് പാടുമ്പോ ഉറങ്ങരുത് കേട്ടാ. ആണ് 40 കൊല്ലം പ്രസംഗിച്ചു. 40 കൊല്ലം കഴിയുമ്പോൾ 90 വയസ്സ് കഴിഞ്ഞു. 91-ാമത്തെ വയസ്സായി. അപ്പോഴാണ് വഫാത്ത്. ഈ 40 കൊല്ലം കൊണ്ട് തൗഹീദ് ഉറപ്പിച്ചു. രാജാക്കന്മാര് വന്നിരുന്നു, മന്ത്രിമാര് വന്നു, സൈന്യാധിപന്മാര് വന്നു, പ്രമുഖന്മാര് വന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു, സാധാരണക്കാര് വന്നു, കഴിവില്ലാത്ത കൂലിപ്പണിക്കാര് വന്നു, എല്ലാവരും ഇരിക്കും. അവര് പ്രസംഗം കേൾക്കുന്നു. ആ പ്രസംഗത്തിലൂടെ തൗഹീദിന്റെ വെളിച്ചം ഈ ജനങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് കയറ്റിവിട്ടു. തൗഹീദ് ഉറച്ചു. അതോടുകൂടി അവർ മോമിനീങ്ങളായി, അവർക്ക് ഹിദായത്തുണ്ടായി, അവർക്ക് ഹയാത്തുണ്ടായി. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മൊഹീദ്ദീനായിട്ട് മാറി, ദീനിനെ ഹയാത്താക്കി. ഇത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന അതേ തൗഹീദ്.
എല്ലാ സഹാബികളും വന്ന് അവിടുത്തെ മുമ്പിലിരുന്ന് തൗഹീദിൽ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ആ സമ്പ്രദായമൊക്കെ പിന്നീട് ഇല്ലാതായി, ആളുകളത് മറന്നു. പിന്നീട് വന്ന ആലിമ്യങ്ങൾ അതൊന്നും പറഞ്ഞു കൊടുത്തില്ല, അവർ ദുനിയാവിന്റെ പണ്ഡിതന്മാരായിട്ട് മാറി. അതാണ് ഇത് നഷ്ടപ്പെട്ടു പോകാൻ, അതിന്റെ വെളിച്ചം കുറഞ്ഞു പോകാനുള്ള കാരണം. ആ പഴയ കാലഘട്ടത്തിലേക്ക് മഹാനായ ഗൗസുൽ ആസം കൊണ്ടുവന്നു എന്നാണ്. ഇനി ഒന്ന് പാടിയത് 40 വയത് പറഞ്ഞോബർ നന്നായി 90 കാലം വരുന്നോബർ. അപ്പൊ ആ 40 കൊല്ലത്തെ പ്രസംഗങ്ങൾ അതിലെന്താണ് പറഞ്ഞത്? അത് ഇത്ര അധികം ആളുകളെ മനസ്സിൽ തൗഹീദിന്റെ വെളിച്ചം എത്തിക്കാൻ എങ്ങനെ സഹായകമായി എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം, നമ്മളൊന്ന് പഠിക്കണം. നമ്മൾ പ്രസംഗം കേട്ട് ആനന്ദം കൊള്ളാൻ വേണ്ടി വന്നവരല്ല. ഈ പ്രസംഗം കേട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടാകണം, നമ്മുടെ ചിന്തയിൽ മാറ്റമുണ്ടാകണം. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അതിന് യോജിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കേൾവിയും പറച്ചിലും എല്ലാം തന്നെ. മാനവറുകൾ പറഞ്ഞു, പ്രസംഗത്തെ പറയാണ് കേട്ടോ. ഇനി നമ്മൾ അങ്ങോട്ട് പോകാണ്, 40 കൊല്ലത്തെ പ്രസംഗം. മഹാനവർകൾ പറഞ്ഞു, തൗഹീദിന്റെ വെളിച്ചമെത്താൻ 2 കാര്യം അനിവാര്യം. ഒന്ന് പശ്ചാത്താപം, ഇസ്തിഗ്ഫാർ. 2 അഹങ്കാരം നീക്കുക, അനാനിയത്ത്, അഹങ്കാരം നീക്കുക. ഈ 2 കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പോയാൽ ഈമാനിന്റെ വെളിച്ചം കടന്നു വരും. അവിടുന്ന് തുടങ്ങുന്നത്. എന്നിട്ട് വിശദീകരിച്ചു കൊടുത്തു. പശ്ചാത്തപിക്കാൻ ഒരാൾക്ക് തോന്നിയാൽ അതിൻ്റെ അർത്ഥം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. പശ്ചാത്തപിക്കണം എന്ന് എനിക്ക് തോന്നിയാൽ അതിൻ്റെ അർത്ഥം എത്രയോ തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ ചലനം ഉണ്ടാകും, മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ രണ്ടാമത് പറഞ്ഞ ഞാൻ എന്ന ഭാവം ഇല്ലാതാകും. പശ്ചാത്തപിക്കുന്ന അള്ളാഹുവിനോടാണ്, പുറത്തു തരേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ വാതിൽക്കലാണ് നമ്മൾ ചെന്ന് മുട്ടുന്നത്. അവിടെ വിനയാനുണ്ട്, നമ്മുടെ സംസാരത്തിൽ ഗൗരവം കൂടിപ്പോയിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അഹന്ത വന്നു പോയിട്ടുണ്ട്. അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ട് മാറണം. എന്നിട്ട് പറഞ്ഞു, ഒരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോഴേ നമ്മുടെ കൂടെ ഒരു പട്ടി ഉണ്ടെങ്കിൽ, ഒരു നായ ഉണ്ടെങ്കിൽ, ആ നായയെ നമ്മൾ കൊട്ടാരത്തിലേക്ക് കയറ്റൂല. ആ കൊട്ടാരത്തിന്റെ കവാടത്തിന്റെ അപ്പുറത്ത് നായയെ ബന്ധിക്കും, അവിടെ ഉപേക്ഷിക്കും, എന്നിട്ടാണ് കടഞ്ഞ. അതുപോലെ അഹങ്കാരം, നമ്മുടെ അഹംഭാവം, അത് അള്ളാഹുവിന്റെ കൊട്ടാരത്തിന്റെ പടിവാതിക്കൽ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ. ആളുകൾ കിടുകിടുത്തുപോയി. രാജാവിന്റെ കൊട്ടാരം എല്ലാവരും കണ്ടതാ, അങ്ങോട്ട് കയറി പോകാൻ പറ്റൂല. അതൊക്കെ എല്ലാവർക്കും അറിയും, മനസ്സിലാവും. പട്ടി എന്ന് പറഞ്ഞാലും മനസ്സിലാവും, നായയും മനസ്സിലാവും. അതിനെ ഉപേക്ഷിച്ചേ കൊട്ടാരത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലായി. എന്നിട്ടാ പറയുന്നത്, അള്ളാഹുവിന്റെ കൊട്ടാരത്തിലേക്കാണ് നമുക്ക് ചെല്ലാനുള്ളത്, അള്ളാഹുവിന്റെ പടിവാതിൽക്കലാണ് നമുക്ക് മുട്ടാനുള്ളത്. ആ പടിവാതിൽ തുറന്നു കിട്ടിയാൽ നമുക്ക് അകത്തേക്ക് പോകാം. പക്ഷെ അതിനു മുമ്പ് അഹങ്കാരമാകുന്ന, അല്ലേ, അഹങ്കാരം, അതിനെന്താ വേറെന്താ പറയാ, കിബിർ അല്ലേ, ഞാൻ എന്ന ഭാവം, അതൊക്കെ അവിടെ മാറ്റിവെക്കണം. എന്നെങ്കിലേ ഈമാന്റെ പ്രകാശം കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ ആ വലിയ ജനക്കൂട്ടത്തിന് മനസ്സിലായി, അവരുടെ ഹൃദയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഒരുപാട് ഔലിയാക്കന്മാര് ഇവിടെയുണ്ട്, ഒരുപാട് ആലിമ്യങ്ങളുണ്ട്. മാനവകളുടെ സദസ്സിൽ കയറി വന്ന് മാനവറുകളെ ചോദ്യം ചെയ്ത് അവിടത്തെ
ആ ദറജ മനസ്സിലാക്കാൻ ഇത്രത്തോളമുണ്ട് തൂക്കം നോക്കാൻ വേണ്ടി വന്ന 100 പണ്ഡിതന്മാരെ കുറിച്ച് മൊയ്തീൻ മാലി പറയുന്നുണ്ട്, ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ മനസ്സിലുള്ള അഹങ്കാരം എത്രയാ ആലോചിച്ചു നോക്കുക. അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ അവിടെയുണ്ട്. അപ്പൊ അവരോട് പറയാണ്, അതുപോലെ വിലായത്തിന്റെ ആളുകളാന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവരോട് പറഞ്ഞു, ഒരാൾ വലിയാവണമെങ്കിൽ, ഒരാൾ ശൈഖാകണമെങ്കിൽ 8 പ്രവാചകന്മാരുടെ 8 ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ശ്രേഷ്ഠതയാണ്. അവിടുന്ന് രാജാവല്ല, കൊട്ടാരമില്ല, ആരെങ്കിലും കൊണ്ടുകൊടുക്കുന്ന ഒരു നാരങ്ങ ഒരു കാരക്കച്ചോളം കൊണ്ട് ഒരു രാത്രിയത്തെ ഭക്ഷണം കഴിക്കുന്ന പ്രവാചകൻ വളരെ പ്രയാസപ്പെട്ടു, കഷ്ടപ്പെട്ടു, പട്ടിണി കിടന്നു. ആ ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എങ്കിലേ വലിയാവുകയുള്ളൂ. രണ്ടാമത് ത്യാഗം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ത്യാഗം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ഔലിയാക്കന്മാരോടാണ് പറയുന്നത്, ആലിമ്യങ്ങളോടാണ് പറയുന്നത്. സ്വന്തം ഭാര്യയെയും ചോരപ്പൈതലിനെയും മനുഷ്യവാസമില്ലാത്ത അറേബ്യയിൽ കൊണ്ടുചെന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അതിന് സന്നദ്ധനായി. ത്യാഗം. ഓടിച്ചാടി നടക്കുന്ന ബാല്യദശയിലുള്ള പൊന്നോമന മകനെ അറക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് സന്നദ്ധനായ ത്യാഗം. അതിന് നമ്മൾ സന്നദ്ധരാവണം. ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വന്നാൽ നേരിടാൻ സന്നദ്ധരാവണം. എന്നാലേ വലിയാവുകയുള്ളൂ, ആരിഫാവുകയുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ പറഞ്ഞൊരു കാര്യം എനിക്കെന്നെ ചിന്തിച്ചിട്ട് കിട്ടിയില്ല. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വസ്ത്രം ധരിക്കണം. ഞാൻ പോരുമ്പോ 3 പണ്ഡിതന്മാരുണ്ട് ഞങ്ങൾ 4 ആളാണ് ഒരു കാറിൽ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ വസ്ത്രം? അവര് കുറച്ചൊക്കെ എനിക്ക് പറഞ്ഞു. ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങളും അന്വേഷിക്കും. നമുക്ക് ഇനിയും അതൊക്കെ പറയാൻ അവസരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അറബി എൻ്റെ അടുത്തില്ല, പെട്ടെന്ന് കാണാനൊക്കെ മലയാളത്തിൽ എഴുതി. അപ്പൊ അതിലൊരു പ്രത്യേകത ഉണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ വസ്ത്രത്തിന്. അത് വേണം, അത് ധരിക്കാൻ തയ്യാറാവണം എന്നാ പറഞ്ഞത്. ദേശാടനം. രാജ്യങ്ങളൊക്കെ വിട്ടുപോകേണ്ടി വരും, ദേശാടനം നടത്തേണ്ടി വരും. അത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ദേശാടനം. ക്ഷമ. അത് വളരെ അത്യാവശ്യം അല്ലേ? ക്ഷമ. ആരുടെ ക്ഷമ വേണം? മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ക്ഷമ വേണം. രോഗം വന്നത് പ്രയാസപ്പെട്ടു പോയി, ക്ഷമിച്ചു, വിജയിച്ചു. പിന്നെ കരച്ചില് വേണമെന്നാ. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റൂല അല്ലേ? ദുഃഖം വരുമ്പോഴാണ് കരച്ചിൽ വരിക. ആരാണ് കൂടുതൽ കരഞ്ഞ ആള്? മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാം. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് അല്ലേ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് രക്ഷപ്പെട്ടത്. ആ കരച്ചിൽ വേണം. 7ാമത് വിനയം, വണക്കം. അത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ വണക്കം. 8ാമത്തത് പ്രാർത്ഥന, ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ദുആ. വളരെ പ്രായം ചെന്നിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി സക്കരിയ നബി അലൈഹി സ്വലാം ദുആ ചെയ്തുകൊണ്ടിരുന്ന പ്രതീക്ഷയാണത്. അള്ളാഹു എന്റെ ദുആ കേൾക്കും, പ്രാർത്ഥന കേൾക്കും, എനിക്കൊരു കുഞ്ഞിനെ തരും എന്നുള്ള ആ ഉത്തമ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോഴേ അവസാനം യഹ്യ അലൈഹി സ്വലാമിന് അള്ളാഹു തആല നൽകിയത്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഇത് ഏതാണ്ട് 1000-900 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഗ്ദാദിലെ മൈതാനിയിലാണ് പ്രസംഗിച്ചതെങ്കിൽ അത് നമ്മളെ കൂടെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള പ്രസംഗമാണ് അവിടെ നടത്തിയത്. നമ്മളൊക്കെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. മറ്റൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു യാ സയ്യിദിയോട് ചൊല്ലിയാല ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിലേക്ക് പോവാണ്. യാ സയ്യിദി സനദി ഔസി വയാ മദദി മുജീറ യർലിബ ഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ യാ മുഹ്യിയദ്ദീൻ യാ മുഹ്യിയദ്ദീൻ യാ മുഹ്യിയദ്ദീൻ യാ മുഹ്യിയദ്ദീൻ യാ അബ്ദുൽ ഖാദിർ ജീലാനി
ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ശൈത്താന്റെ തടവുകാര് കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സദസ്സിൽ നമ്മളെ വയറ് കേൾക്കാൻ ആരാ വന്നത്? മോമിനിയങ്ങൾ ധാരാളം ഉണ്ട്, നല്ല സാലിഹ്യങ്ങളുണ്ട്, മനുഷ്യന്മാരുണ്ട്. കൂട്ടത്തിൽ കുറച്ച് തടവുകാര് വന്നിട്ട്. ആരാ തടവുകാരാ? ശൈത്താന്റെ തടവുകാര്. അപ്പൊ ആളുകളാകെ അന്തം വിട്ടു. ആരാണ് ഈ ശൈത്താന്റെ തടവുകാര്? ഞാൻ അതിൽ പെട്ടുപോകുമോ എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. അപ്പൊ പറഞ്ഞു കൊടുത്തു, ശൈത്താന്റെ തടവുകാരാരാണെന്ന്. സ്വാർത്ഥമതികൾ, സ്വാർത്ഥത, അല്ലേ? എന്റെ കാര്യം നടക്കണം എന്നുള്ള. മറ്റുള്ളവർ എന്തായാലും തിരക്കില്ല. സ്വാർത്ഥതയുടെ ആളുകൾ അവരൊക്കെ ആരാണ്? ശൈത്താന്റെ തടവുകാരാണ്. അപ്പോൾ ആ തടവിൽ നിന്ന് രക്ഷപ്പെടണം എങ്കിലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ ലൗകിക സുഖങ്ങൾ, ഇന്നിപ്പോ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വളർന്നപ്പോഴേ എന്തെല്ലാം സൗകര്യങ്ങളാണുള്ളത്, എന്തെല്ലാം യന്ത്രങ്ങളാണുള്ളത്. അടുക്കള മുതൽ മേൽപോട്ട് നോക്കിയാൽ എല്ലാ യന്ത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യന്ത്ര സാമഗ്രികൾ, സൗകര്യങ്ങൾ എല്ലാം വന്നിരിക്കുകയാണ്. ഈ ലൗകിക സൗകര്യങ്ങളോട് ഒരാൾക്ക് മോഹം തോന്നിയാൽ, അത് ആഗ്രഹിച്ചാൽ, അവൻ ശൈത്താന്റെ എതിൽപ്പെട്ടു എന്ന് പറഞ്ഞ് ശൈത്താന്റെ തടവുകാരിൽപ്പെട്ടു. അപ്പൊ സ്വാർത്ഥ താല്പര്യക്കാരും ഭൗതിക സുഖങ്ങളെ ആഗ്രഹിക്കുന്ന ആളുകളും ശൈത്താന്റെ തടവുകാരാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ സദസ്സിലൊക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യാ സയ്യിദ് അല്ലേ? ശൈത്താൻ ഈ തടവുകാരെയും വിട്ടിട്ട് പോകും. ശൈത്താൻ ഇവിടെ നിൽക്കൂല. പോയാൽ നമ്മളെ ആളുകൾ നമ്മളെ കൂട്ടത്തിൽ പെടും. ആയിക്കോട്ടെ, ശരി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി പറയുന്നത്. പ്രസംഗത്തെ പറഞ്ഞാണ്, അവിടുന്ന് പറഞ്ഞു. 6 ആളുകളെ പറ്റി പറഞ്ഞു. അതിൽ ഒന്നാമത് പറഞ്ഞ അല്ലാഹു തആലയെ പറ്റിയ. പിന്നെ 5 ആള്. ഇവരുടെ ഒക്കെ ഗുണങ്ങൾ, എല്ലാ ഗുണവും വേണ്ട, ചുരുങ്ങിയത് ഒരു ഗുണമെങ്കിലും, അല്ലെങ്കിൽ 2 ഗുണം നിങ്ങളിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ ആള് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഈ 2 ഗുണം എന്നറിയാം. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ 2 ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാവണം. ശൈഖന്മാരോട്, ഔലിയാക്കന്മാരോട്, ആലിമീങ്ങളോട്, സാധാരണക്കാരോട്, രാജാക്കന്മാരോട്, അവരുടെ എല്ലാം മുഖത്ത് നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. 70,000 ആളുകൾ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ 70,000 ആളും തൊട്ടടുത്തെന്ന് പറയുന്നത് പോലെ കേൾക്കും. അതാ പ്രസംഗത്തിന്റെ പ്രത്യേകത. അന്ന് മൈക്കൊന്നുമില്ല, പറഞ്ഞാൽ മതി. അടുത്തെന്ന് കേൾക്കും പോലെ അവസാനം നിൽക്കുന്ന ആളും കേൾക്കും. അവിടുന്ന് പറഞ്ഞ അള്ളാഹിന്റെ 2 ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാവണം. അതൊന്നെന്താണ്? ഒന്ന്, എല്ലാവർക്കും ഗുണം ചെയ്യുക. മതം നോക്കാതെ, വർണ്ണം നോക്കാതെ, ഭാഷ നോക്കാതെ, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ചെടികൾക്കും സകല ജാതി മനുഷ്യർക്കും ഗുണം ചെയ്യുക. ഇതാണ് അള്ളാഹിന്റെ ഗുണം. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ. എല്ലാ മനുഷ്യർക്കും ഗുണം ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവണം. എല്ലാരെയും കാണണം, എല്ലാരെയും പരിഗണിക്കണം. രണ്ടാമത്തത്, മറ്റുള്ള ആളുകളുടെ കുറവുകൾ അല്ലാഹു തആല വെളിപ്പെടുത്തുകയില്ല, ന്യൂനതകൾ വെളിപ്പെടുത്തുകയില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിക്കാൻ പോകരുത്, ചിക്കുകുത്തി ചോദിക്കരുത്, അത് പരസ്യപ്പെടുത്തരുത്, മറ്റൊരാളോടും പറയരുത്. ഇത് അള്ളാഹിന്റെ ഗുണമാണ്. ഈ 2 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവണം, അല്ലാതെ നിങ്ങൾ വിലായത്തിന്റെ പടവിലെത്തുകയില്ല എന്നവർ പറഞ്ഞപ്പോൾ ആ വലിയ സദസ്സ് നടുങ്ങിപ്പോയി എന്നാണ്. ഇനി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഖലീഫമാർ, ഇവരെ പറ്റിയാണ്. അതതിൻ്റെ ആ പ്രസംഗത്തിന്റെ മനഃശാസ്ത്രം കൂടെ നിങ്ങളൊന്ന് നോക്കണം. മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആചരിക്കുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുശേഷം ഖുലഫാഉർ റാഷിദീൻ. അപ്പൊ അവരുടെ ഗുണങ്ങൾ എടുത്ത് പറഞ്ഞാൽ ജനങ്ങളെ ആകർഷിക്കും, അവരുടെ മനസ്സിനെ സ്വാധീനിക്കും. അത് പറഞ്ഞുകൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. എത്ര മനഃശാസ്ത്രപരമായ പ്രസംഗമാണ്. ഇതൊന്നും ഒരിക്കലും ആർക്കും മറക്കാൻ സാധിക്കില്ല. ആ സദസ്സ് പങ്കെടുത്ത ആളുകൾ അവിടുന്ന് പറഞ്ഞു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവിടുത്തെ ദയ, ആ പദമാണ് എനിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദയ, കാരുണ്യം. എല്ലാ ജീവജാലങ്ങളോടും കാണിച്ച ദയ. പരാതി പറയാൻ വന്ന ഒട്ടകത്തോട് ദയ കാണിച്ചു, മാനിനോട് ദയ കാണിച്ചു. തന്റെ കുഞ്ഞിന് മുല കൊടുത്തിട്ട് ഞാൻ ഉടനെ വരാം എന്ന് മാൻ പറഞ്ഞപ്പോൾ നബി തങ്ങൾ എവിടെ? ജാമ്യം. വേട്ടക്കാരനോട് പറഞ്ഞു, ഞാൻ ജാമ്യം, ഇത് പോയി വരട്ടെ. ഓടിപ്പോയ മാൻ കുഞ്ഞിന് മുല കൊടുത്തിട്ട് തിരിച്ചു വന്ന് വാക്കുപാലിച്ചു. ആ മാനിനോട് കാണിച്ച ദയ വേട്ടക്കാരൻ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ആ ദയ നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ ആരെയും വെറുപ്പിക്കാൻ പാടില്ല, ആരെയും വെറുക്കാൻ പാടില്ല. പിന്നെ എല്ലാവരോടും കാണിച്ച സൗഹൃദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഭാഗം ജനങ്ങളോടും എല്ലാ മൃഗങ്ങളോടും കാണിച്ച സൗഹൃദം, അത് രണ്ടും നിങ്ങൾക്കുണ്ടാവണമെന്ന് പ്രസംഗിച്ചു. മൂന്നാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടുത്തെ സത്യസന്ധത. പറയുന്ന വാക്കുകളിൽ മുഴുവനും സത്യസന്ധത. അതൊന്ന്. സകല പ്രവർത്തനങ്ങളും സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആയിരിക്കാം, അതിനെതിരാവരുത്. ഇത് രണ്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുണങ്ങളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വേണം. സകലകാലത്തും ജീവിക്കുന്ന മുരീദന്മാരോട് ആണിത് പറഞ്ഞിട്ടുള്ളത്. മാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയാലും നൂറ്റാണ്ടുകൾ കടന്നു പോയാലും ഇവിടെ ഖാദിരിയ തരീഖത്തിന്റെ ഖലീഫമാരുണ്ടാകും, ബൈഅത്ത് നടക്കും, ഖിയാമത്ത് നാൾ വരെ ഖാദിരികൾ ഇവിടെ ഉണ്ടാകും. ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ഖാദിരിയായിരുന്നാലും മരണപ്പെട്ട് മഹ്ശറിൽ വരുമ്പോൾ ഞാൻ അവരെ സ്വീകരിക്കാനുണ്ടാകും. അവിടെ മഹാനവർകൾ തിരിച്ചറിയണ്ടേ, അതിനുള്ള പതാകയും പിടിച്ചോണ്ട് മഹ്ശറിൽ ഞാനുണ്ടാകും. ഇനി ആ വരി ഒന്ന് ചെല്ലുന്നാല്, കൺകൂട വട്ടത്തില് എന്റെ മുരീദുകള് സ്വർഗത്തില് പോമെന്ന് അല്ലാഹ് കൊടുത്തോവർ. പോണ്ടേ? ഇങ്ങനെ ആ കൊടിയുടെ പിന്നാലെ പോയി സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ പോകാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടാവണം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സത്യസന്ധത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മഹാനവറുകളോട് തന്നെ ഒരാൾ ചോദിച്ചു, പലരും ചോദിച്ചു, അങ്ങയുടെ ഈ പ്രസ്ഥാനം ഖാദിരിയ തരീഖത്ത് അതിന്റെ അസ്ലെന്താണ്? ഏതൊന്നിന്റെ പേരിലാണ് ഇത് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്? പറഞ്ഞു, സത്യസന്ധത. സത്യസന്ധത. ബഗ്ദാദിലേക്ക് വരുന്ന സമയത്ത് ഉമ്മാക്ക് കൊടുത്ത വാക്ക് സത്യം മാത്രമേ പറയൂ എന്നതാണ്. അതിന് പരാജയം ഉണ്ടാവില്ല. അതാണ്. രണ്ടാമത് പറഞ്ഞു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫ കഴിഞ്ഞ രണ്ടാം ഖലീഫ. മഹാനവർകൾ നടത്തിയ ദഅവത്ത്, അതിൽ പ്രദർശിപ്പിച്ച ധൈര്യം. ഔസുല്ലാഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹനല്ലാതെ ആരെയും പേടിക്കരുതെന്നാണ്. മഹാൻ എന്താ നമ്മളോട് പറഞ്ഞത്? ആലിബായിൽ വെച്ചും മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് പറഞ്ഞല്ലോ, എല്ലാ മുരീദന്മാരും താന്റെ ശൈഖെ പോൽ, എന്റെ മുരീദന്മാർ എന്നെ പോലെയാണ് എന്ന് മഹാനവർകൾ പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടത്. എന്റെ അർത്ഥം എന്താണ്? അല്ലാഹ് അല്ലാത്ത ഒരാളെയും പേടിക്കേണ്ട. പേടിക്കേണ്ട അളവിൽ, അതായത് അതിൽ വേറെ വേദികൾ, ശേഖന്മാരാദരിക്കുക, അനുസരിക്കുക, അതൊക്കെ വേറെ. ഭയപ്പെടുത്തുന്നവരെ പേടിക്കുക എന്ന് പറയുന്നത് അള്ളാഹ് തന്നെ മാത്രമേ പേടിക്കേണ്ടത്. അതാണ്, അതിന്റെ ആളാണ് ആര്? രണ്ടാം ഖലീഫ ഉമർ അൽ ഫാറൂഖ്. അപ്പൊ ഈ വാക്ക് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ബഗ്ദാദിൽ വെച്ച് മഹാനായ ഗൗസുൽ ആലം പറഞ്ഞ അതേ വാക്കാണ് മഹാനവറുകളിൽ നിന്ന് നമ്മൾ കേട്ടത്. അത് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുണമാണ്. ജനങ്ങളെ തൗഹീദിലേക്ക് അടുപ്പിച്ചു. ശൈത്താന്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ തൗഹീദിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നു. ശൈത്താനെ എല്ലാം അട്ടി ഓടിച്ചു എന്നാണ്.
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ആ വഴിയിലൊക്കെ കാത്തിരിക്കും ആളുകൾ വഴി പഴിപ്പിക്കാൻ വേണ്ടി ശൈത്താന്മാർ. ആ ശൈത്താന്മാരെല്ലാം ഓടും. ഉമർ വരുന്നുണ്ട്, ഇനി ഇവിടെ നിന്നാ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഓടി. ആ ഗുണം എല്ലാ ഔലിയാക്കന്മാർക്കും ഉണ്ടാവണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അഞ്ചാമത്തെ കാര്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളായിരുന്നു, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളായിരുന്നു. നിങ്ങളും അങ്ങനെ ആവണം. കഴിയാവുന്നത്ര ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അത് പഠിപ്പിച്ചു. വിശന്നവർക്ക് ആഹാരം കൊടുക്കുക, അതിലൂടെയാണ് ഉയർച്ച പ്രാപിക്കാൻ സാധിക്കുന്നത് എന്ന് പഠിച്ചു. അതിൻ്റെ ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒരിക്കല് 200ഓളം ഒട്ടകങ്ങൾ ചുമക്കുന്ന അത്രയും സാധനങ്ങളുമായിട്ട് കാഫില വന്നു, മദീനത്ത് വന്നു. അങ്ങ് ഷാമിൽ കച്ചവടം കഴിഞ്ഞ് വലിയ ലാഭം ഒക്കെ ആയിട്ട് വന്നത്. അപ്പം മദീനയിലാകെ ക്ഷാമം ബാധിച്ചിരിക്കുന്നു, പട്ടിണിയാണ് ആളുകൾക്ക്, ദാരിദ്ര്യം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ചാക്കുകളെല്ലാം മസ്ജിദ് നബിയുടെ മുറ്റത്ത് കൂട്ടിയിട്ടിട്ട് അതൊക്കെ പാവങ്ങൾക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്യാൻ പറഞ്ഞു. ഇതാണ് വിശന്നവർക്ക് ആഹാരം കൊടുത്തതിൻ്റെ ഉദാഹരണം. അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഔസുൽ ആലം റളിയല്ലാഹു അൻഹു തന്റെ പ്രസംഗത്തിൽ ഉയർത്തി കാണിച്ചു. ഇത് നമ്മൾക്കുള്ള ഒരു അറിയിപ്പാണ്, സൂചനയാണ്. പിന്നെ മറ്റൊരു ഗുണം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാറുണ്ടായിരുന്നില്ല. ഇബാദത്ത്, ദുആകള്, വിശുദ്ധ ഖുർആൻ പാരായണം, ഖുർആനോടുള്ള ബന്ധം, അതൊക്കെ കഴിയുമ്പോഴേക്കും രാത്രി അവസാനിച്ചു. ഈ രണ്ട് ഗുണങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിങ്ങൾ പഠിക്കണം, പകർത്തണം എന്ന് പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞത്, ആറാമത്തെ ആളായിട്ട് പറഞ്ഞത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു. മഹാനവറുകളുടെ ജ്ഞാനം, മഅരിഫത്ത്, പിന്നെ ധൈര്യം, ധീരത. നിങ്ങൾക്ക് എത്ര പറയാനുണ്ടാകും? മഹാനവർ എപ്പോഴും പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ. ഖൈബർ യുദ്ധത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ട് രോമാഞ്ചം അണിഞ്ഞിട്ടുള്ള ആളുകളാണ്. അത്ര ശക്തി, അത്ര ധൈര്യം. അതൊക്കെ ഹിജറ പോകുന്നതിന് തലേന്ന് രാത്രി ശത്രുക്കളെല്ലാം കൂടെ വീട് വളഞ്ഞു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കവിടെ കൊന്നുകളയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ കട്ടിലിൽ, ഞാൻ കിടക്കുന്ന കട്ടിലിൽ കിടക്കണം. ഞാൻ എന്നും പുതക്കുന്ന പച്ച പുതപ്പ് പുതച്ചിട്ട് കിടക്കണം. അതനുസരിക്കുകയാണ്. എന്തൊരു ത്യാഗം, എന്തൊരു ധൈര്യം. ആ രാത്രിയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ടുപോയി, ഹിജറ പോയി. പിറ്റേന്ന് രാവിലെ ശത്രുക്കൾ കാണുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു. പിന്നെന്തെല്ലാം കോലാഹലങ്ങളാണ് അന്ന് മക്കയിലുണ്ടായത്. അങ്ങനെയുള്ള അലിയാർ തങ്ങളുടെ ജീവിതം നിങ്ങൾ പഠിക്കണം. ആ ത്യാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോഴാണ് ഈ രീതിയിൽ പറഞ്ഞ് ഖാദിരികളെ മുഴുവനും സംസ്കരിച്ചെടുത്തു. അവരുടെ എല്ലാം മനസ്സുകൾ തൗഹീദ് രൂഢമൂലമാക്കി കൊടുത്തു. അപ്പോൾ ലോകത്തിലെ അനുകരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യാത്മാക്കളായിട്ട് ഖാദിരിയ തരീഖത്തിന്റെ മുരീദന്മാരെല്ലാം ആയിത്തീരുകയും ചെയ്തു. നാൽപ്പത് കൊല്ലം പ്രസംഗിക്കുന്നതിനിടയിൽ ഒട്ടനേകം കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാനുള്ള സംഗതികൾ. പിന്നീട് സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണം, അത് നിങ്ങളോട് പറയാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടുത്തെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറയലുണ്ടല്ലോ, അതുപോലെ പറഞ്ഞു. ഒരു കടലിന്റെ കരയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഈ കടലിൻ്റെ ഒരു മറുകര ഉണ്ടെങ്കിൽ ഈ കടലിന്റെ വലിപ്പം മനസ്സിലാക്കാം, അതിന്റെ വിശാലത, അതിന്റെ ആഴമൊക്കെ മനസ്സിലാക്കാം. എന്നാൽ ഞാൻ എന്ന് പറയുന്ന കടൽ, ഞാനൊരു കടലാണ്. അന ബഹ്റുൻ ബിലാ സാഹിലിൻ.
മറുകരയില്ലാത്ത കടലാണ് ഞാനെന്ന് പറഞ്ഞു. ആളുകൾ അമ്പരന്നു. അങ്ങനെ ബഹ്റു എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ആ വരി ഒന്ന് പാടിയാട്ടെന്നാൽ. മറുകരയില്ല കടലേ ഞാനെന്നോവർ, മനുഷ്യനറിയാത്ത വസ്തു ഞാനെന്നോവർ. മറുകരയില്ലാത്ത ആളെ പിന്നെ മനുഷ്യനെങ്ങനെ മനസ്സിലാക്കുക? ഇത് തന്നെയാണ് മഹാനായ ശൈഖുനായും പറഞ്ഞത്. എന്നെ ആളുകൾക്ക് മനസ്സിലാവൂല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ആ ചെറിയ ശബ്ദത്തില്, പതിഞ്ഞ ശബ്ദത്തില്, വളരെ വിനയത്തിന്റെ ശബ്ദത്തിൽ പറയുമ്പോഴേ നമ്മൾക്ക് കിടിലം കൊള്ളുന്നില്ല. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല. അവിടുന്ന് എന്ത് പറഞ്ഞു അത് തന്നെയാണിത്. ഇപ്പൊ മെനിയാന്നൊരാൾ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങളെ മാലയിൽ 2 വരി ഉണ്ടല്ല, അതാരെ പറ്റിയാണ്? പല സ്ഥലത്തും വലിയ ചർച്ച നടന്നിട്ടുണ്ട്. അതാണ് ഫോൺ പിന്നെ നേരിട്ട് ചോദിക്കാന്ന് ചിലർ വിചാരിച്ചു. വളരെ പ്രമുഖനായ ഒരാളാ. അയാൾ ചോദിക്കുന്ന നിങ്ങൾ ഇതെല്ലാം ഉണ്ടല്ല. അന്ത്യത്തിൽ വന്നുള്ള മുഹ്യിദ്ദീൻ എന്നോവർ, അന്ത്യം അതിൽ പിന്നെ മഹ്ദിയാതെന്നോവർ. ഇതാരാണ്? ഞാൻ പറഞ്ഞത് ശൈഖുന അല്ലേ? അത് ശൈഖുനായെ പറ്റിയല്ലേ പറഞ്ഞു. അത് ശൈഖുനെ പറ്റിയുള്ള ചിന്ത അല്ലേ നമുക്കുള്ളൂ മാല എഴുതുന്ന കാലത്ത്. അപ്പൊ അന്ത്യത്തിൽ വന്നുള്ള മുഹ്യിദ്ദീൻ എന്ന് പറഞ്ഞാൽ മഹാനായ ഖുതുബുൽ സമാന ഷേഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിർ ചിശ്തി റളിയല്ലാഹു അൻഹു മഹാനവർകളാണ്. പക്ഷെ അതിന്റെ തൊട്ട് മുമ്പുള്ള വരിയ അത് മഹാന്റെ വേറൊരു കറാമത്ത് അല്ലേ? അത് മഹാന്റെ മറ്റൊരു കറാമത്ത് പറഞ്ഞ അത് കഴിഞ്ഞു. ആ വരി പാടി തീരുന്നോട് ആ വരി കഴിഞ്ഞു. ഇത് പിന്നെ വേറൊരു വിഷയം പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഞാൻ ഇത് വലിയ ചർച്ച ആക്കിയുള്ളൊരു വിഷയം. അപ്പൊ മഹാൻ തന്നെ പറഞ്ഞു, എന്റെ മുരീദന്മാർ എന്നെ പോലെ, ഓരോ മുരീദും താന്താന്റെ ശൈഖെ പോലെയാണ്, എന്റെ മുരീദന്മാർ എന്നെ പോലെയാണ് എന്ന് മഹാൻ അവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ശൈഖന്മാരായി, നമ്മളൊക്കെ മുഹ്യിദ്ദീന്മാരായിട്ട് മാറുക. ആ മുഹ്യിദ്ദീൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം. ഒരിക്കലും അഹന്ത പാടില്ല, വെറുപ്പ് പാടില്ല, പക പാടില്ല, ശത്രുത പാടില്ല, എല്ലാവരെയും സ്നേഹിക്കുക. അതാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ദയാശീലത്തിൽ നിന്ന് നമ്മൾ മാതൃക സ്വീകരിക്കുക. ശത്രുവിനെ സ്നേഹിക്കുക, അയാൾ ചെയ്യുന്ന ക്രൂരതകൾ വെറുക്കുക, വേറെന്തെല്ലാം ഗുണങ്ങൾ അയാൾക്കുണ്ടാകും, അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സ്നേഹിക്കുക. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചൊരിഞ്ഞന്വേഷിക്കാൻ ശ്രമിക്കാതിരിക്കുക, മറ്റൊരാളെ ഇകഴ്ത്താതിരിക്കുക. ഇന്നിപ്പോൾ ഇതിനൊക്കെ വളരെ സൗകര്യമാണ്. ഈ പിന്നെ യൂട്യൂബും ഫേസ്ബുക്കും അതുപോലുള്ള സംഗതികളൊക്കെ വന്നപ്പം ഏത് മഹാനെയും അരപ്പൈസക്ക് ഇല്ലാത്തവനാക്കി മാറ്റാൻ ഒരു പ്രയാസവുമില്ല. എത്ര നല്ല മനുഷ്യനെയും കൊടും ക്രൂരനാക്കി മാറ്റാൻ ഒരു പ്രയാസവുമില്ല അങ്ങനത്തെ കാലത്ത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മഹാനായ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹുവിന്റെ സന്ദേശങ്ങൾക്ക് മറ്റേത് കാലഘട്ടത്തെക്കാളും പ്രസക്തി ഇന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്വയം നിയന്ത്രിക്കണം. ഈ ഗുണങ്ങളൊക്കെ നമ്മളുണ്ടോ, ഒരു മുരീദാണെന്ന് പറയാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ട കാലഘട്ടമാണ് എന്നാണ്. അങ്ങനെ മഹാന അവർകൾ പറഞ്ഞു, മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് ആളുകൾ പലതും ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതിന് മറുപടി പറയാൻ സമ്മതം കിട്ടണം. അതുവരെ ഞാൻ കാത്തിരിക്കും. സമ്മതം കിട്ടിയാൽ ഞാൻ പറയും. ഇനി ആ വരി ഒന്ന് ചെല്ലുന്നാല്, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലിന് എൻ്റെ ആ മാന്യല്ലാതെന്നോവർ. ചൊല്ലിക്കോ, പറഞ്ഞു കൊടുത്തോ, നിനക്ക് ഞാൻ അമാൻ നൽകുന്നുണ്ട്, സുരക്ഷിതത്വം നൽകുന്നുണ്ട്, ഒന്നും പേടിക്കേണ്ട എന്നാണ്. ഇത് മൊയ്തീൻ മാല രചിച്ച മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ അവർകൾ എവിടുന്ന് എടുത്തതാ? മഹാനവറുകളുടെ പ്രസംഗത്തിലെ ബെയ്ത്തിൽ നിന്നാണ് എടുത്തത്. വമാ വമാ ഖുൽതു ഹത്താ ഖീല ലീ ഖുൽ വലാ തഖഫ് ഫഅൻത വലിയ്യും ബി മഖാമിൽ വിലായതി. ഇതാണ്
വമാകുൽത, ഞാൻ ആളുകളോടൊന്നും സംസാരിച്ചിട്ടില്ല. ഹത്താ ഖീല ലീ കുൽ വലാ തഖഫ്, നീ പറഞ്ഞോ ഒന്നും ഭയപ്പെടണ്ട എന്ന അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പന കിട്ടുമ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്, അല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം വക പറയുന്നതല്ല. നീ വിലായത്തിന്റെ സമുന്നതമായ പദവിയിലാണ്, അതുകൊണ്ട് സംസാരിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ആശയം എടുത്തിട്ടാണ് മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ ഏത് വരി എഴുതിയത്? ഒന്ന് ചൊല്ലിയാട്ടെ. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ മാനില്ലാതെന്നോവർ. മഹാനുമായിട്ട് ഇങ്ങനെ ആദ്യഘട്ടത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. പിന്നെ പിന്നെ ഞാൻ അകന്ന് നിന്നു. ആളെ മനസ്സിലായി തുടങ്ങിയാൽ പിന്നെ അങ്ങനെ അടുക്കാൻ തോന്നില്ലല്ലോ. അന്ന് പറഞ്ഞ ആശയം വരിയാക്കി. അന്ത്യസമാനിന്റെ കുതുബായി വന്നോവർ, മുന്തിയ ദർജകൾ അല്ലാഹു കൊടുത്തോവർ. ഇതാരെപ്പറ്റിയാ പറഞ്ഞത്? മഹാനായ ഷെയ്ഖുനാക്ക് അള്ളാഹ്ക്ക് ഗംഭീരമായ പദവികൾ ദർജകൾ നൽകിയിട്ടുണ്ട്. പലതും നമുക്ക് അറിഞ്ഞുകൂടാ. ചില കഥകളൊക്കെ പകുതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു രാജാവിനെ കുറിച്ച്, ഒരു ഇന്ത്യൻ രാജാവ് എന്നാ പറഞ്ഞത്. ആ രാജാവ് മദീനയിലെത്തി. അന്ന് മദീന ഭരിച്ചിരുന്ന ആ കബീലയുടെ നേതാവിന് ഒരു കത്ത് എഴുതി കൊടുത്തു. അതിൽ പറയുന്നുണ്ട്, ആദരവ് അന്ത്യപ്രവാചകൻ ഈ സമൂഹത്തിൽ നിന്നാണ് വരിക. ആ അന്ത്യപ്രവാചകൻ ഇവിടേക്കാണ് ഹിജറ വരിക എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അവസാനത്തെ കുത്തുബുസ്സമാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കുത്തുബുസ്സമാനാണ് സമൂഹത്തിന്റെ നേതൃത്വം. അവസാനത്തെ കുത്തുബുസ്സമാൻ എൻ്റെ നാട്ടുകാരനാവണം, ഇന്ത്യക്കാരനാവണം, കേരളക്കാരനാവണം എന്ന് അന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രേഖയാണത്. അത് ഞാൻ പറയാറുണ്ട്. അത്രയും പറഞ്ഞിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ബാക്കി പറയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അന്ത്യസമാനിന്റെ കുതുബായി വന്നോവർ, മുന്തിയ ദർജകൾ അല്ലാഹു കൊടുത്തോവർ. മഹാനായ ഗൗസുൽ റളിയല്ലാഹു അൻഹു തൗഹീദ് കൊണ്ടാണ് ജനങ്ങളെ സംസ്കരിച്ചെടുത്തത്. മഹാൻ എന്താ പറഞ്ഞത്? തൗഹീദാണ് ഈമാനിൻ കാതല്ലാതെന്നോവർ, തൗഹീദ് ഉറപ്പിച്ച് വെച്ച് കൊടുത്തോവർ. തൗഹീദിൽ ബയ്യത്ത് ചെയ്തു. പൂർണ്ണ തൗഹീദ് കൽബിയായിട്ട് ചെല്ലാൻ പഠിപ്പിച്ചു, അംഫാസിയായിട്ട് ചെല്ലാൻ പഠിപ്പിച്ചു. അല്ലേ? അതിൻ്റെ ഒക്കെ മഹത്വം വിലയും ആർക്കാണ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുക? നമുക്കറിയും പോലൊക്കെ പറയാം ഓരോരുത്തരും. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ പദവിയെത്തി ആരാണ്? എൻ്റെ പദവിയിലെത്തി, ആത്മീയമായ ദർജയിലെത്തി ആരാണ് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലുള്ളത്? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ കേൾക്കട്ടെ. ആരുമില്ല. ഏറ്റവും വലിയ പദവിയിൽ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ അവരാണ്. അവിടുന്ന് പറഞ്ഞത് ومن في رجال الله نال مكانة وجدي رسول الله في الأصل رباني. ومن في رجال الله نال مكانة, എൻ്റെ പദവി എത്തിയ ഏത് വലിയാണുള്ളത്? ആരുമില്ല. കാരണം എൻ്റെ ജദ്ദ്, എൻ്റെ ഉപ്പൂപ്പയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മകളുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ് എൻ്റെ പിതാവ് ജനിച്ചത്. അവിടുത്തെ മകളുടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ് എൻ്റെ ഉമ്മ ജനിച്ചിട്ടുള്ളത്. അത്രയും പദവി അങ്ങനെ വംശ പരമ്പരയിൽ എനിക്കുണ്ട്. ആ ഉപ്പാപ്പയാണ് എനിക്ക് അസലിയായ തർബിയത്ത് നൽകിയത്. എൻ്റെ പദവിയിലെത്തിയ ആരുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. തൗഹീദിൽ ബയ്യത്ത് ചെയ്യണം. എങ്കിലേ മൂമിനായിട്ട് മരിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കുകയുള്ളൂ എന്നുള്ള ഗൗരവം നിറഞ്ഞ താക്കീത് മഹാനവറുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അത് ഖാദി മുഹമ്മദ് തങ്ങളവറുകൾ വരിയാക്കി. എങ്ങനെ പാടി? ആരുണ്ടാതെൻ്റെ മാ കാമിനെ എത്തിയിട്ട്
ആരാനുമുണ്ടെങ്കിൽ ചൊല്ലുവിനെന്നോവർ. ഒന്ന് ചൊല്ലി അണ്ടാതെൻ്റെ മാക്കാമിനെ എത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊല്ലുവിനെന്നോവർ. പിന്നെ പറഞ്ഞു, നമുക്ക് അവസാനിപ്പിക്കും. കുറേ ആൾക്ക് പ്രസംഗിക്കാറുണ്ട് ഇവിടെ. പണ്ഡിതന്മാർ കൂടെ വന്നല്ലോ അവിടെ. അവരുടെ ഇൽമിനൊക്കെ പിടിച്ചെടുത്തു, കാലിയായിപ്പോയി. ചോദ്യം ചെയ്യാൻ വന്ന പണ്ഡിതന്മാർ 100 പേര് സദസ്സിലിരിക്കുക. അവരെ മുഖം കണ്ടപ്പോഴേ മനസ്സിലാക്കി ഇവരുടെ പോക്ക് ശരിയല്ല, ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം. അവരുടെ ഇൽമിനങ്ങ് പിടിച്ചെടുത്തു. പിന്നെ അവർ മനസ്സിലേക്ക് നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല, ഒന്നും അറിയില്ല. ആ അവസ്ഥയായിരുന്നു. പിന്നീട് അവർക്ക് തൗഹീദ് കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് ബോധം വരുന്നത്. എന്നിട്ട് അവരെ പഠിപ്പിച്ചു. എല്ലാവരും പാടിന്നാല് എല്ലാരും ഓതിയേ ഇൽമുകളൊക്കെയും എന്നോട് ഇൽമാല തൊട്ടെന്ന് ചൊന്നോവർ. എൻ്റെ ഇൽമുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ഇവരുടെ ഇൽമൊക്കെ ഒട്ട് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ചെറുതാണ്. ചെറിയ ഇൽമ, വളരെ ചെറിയൊരു പാത്രത്തിലേക്ക്. ഞാൻ ആരാണ്? ഇൽമിന്റെ ബഹർ, മറുകരയില്ലാത്ത ബഹറാണ് ഞാൻ. ഇവരോ ഒരു പാത്രത്തിൽ മുക്കാൻ മാത്രമുള്ള ഇൽമിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ മഹാനായ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന മാസമാണ് റബീഉൽ ആഖിർ മാസം. അൽഹംദുലില്ലാഹ് നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചു, ഇത്രയൊക്കെ പറയാൻ സാധിച്ചു. ഇനിയും ആളുകൾ ഒരുപാട് പറയാനിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം നല്ല രീതിയിൽ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമ കൊണ്ടാണ് ഖാദിരിയ്യ തരീഖത്ത് വളർന്നത്. ഇൽമിന്റെ പ്രകാശമാണ് കൊടുത്തിട്ടുള്ളത്. ലക്ഷക്കണക്കായ മുരീദന്മാർ അക്കാലത്ത് തന്നെ ഈ വഴിയിലേക്ക് കടന്നു വന്നു. അത് തന്നെ മനുഷ്യരുടെ കഴിവിനനുസരിച്ച്, ദർജകൾക്കനുസരിച്ച് 4 രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം പിന്നെ ലിബാസുൽ ഖാദിരി, ആദ്യത്തെ അല്ല, ആദ്യം പവർ കുറഞ്ഞ് ലിബാസിന്റെ മുമ്പ് ഔറാദുൽ ഖാദിരി, പിന്നെ ലിബാസുൽ ഖാദിരി, റൂഹുൽ ഖാദിരി, അല്ല കൽബുൽ ഖാദിരി, റൂഹുൽ ഖാദിരി, ലാസ്റ്റ് റൂഹുൽ ഖാദിരി. ആ റൂഹുൽ ഖാദിരിയാണ് ഏറ്റവും പവർ ഉള്ളത്. അവർക്കൊന്നുമില്ല. റൂഹുൽ ഖാദിരി പിടിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകൾ വഫാത്തായാൽ ഉടനെ പെർമിഷനാണ് പോകാനാണ്. മലക്കുകൾ അന്തം വിട്ട് നോക്കും, ഇവരാരാണ്? അത് റൂഹുൽ ഖാദിരിയാണ്. ആ റൂഹുൽ ഖാദിരിയുടെ ശൈഖാണ് നമ്മുടെ ശൈഖ്. ആ ശൈഖനെയാണ് നമ്മൾ പിൻപറ്റിയിരിക്കുന്നത്. അപ്പൊ എല്ലാ സ്വഭാവ ഗുണങ്ങളും നമ്മളിലുണ്ടായിത്തീരണം. മാനവർക്ക് അല്ലാഹു തആല ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടത്തെ പാതയിൽ അടിയുറച്ച് നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടത്തെ ആ നല്ല നോട്ടം കൊണ്ട് നമ്മളെല്ലാം അവിടുന്ന് മഹ്ശറിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.